പാലക്കാട് കരിമ്പയിൽ ഗർഭിണിയായ യുവതി വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കരിമ്പ വെട്ടം പടിഞ്ഞാക്കരയിൽ സജിതയാണ് മരിച്ചത്. ഇവരുടെ മക്കളെയും ഭർത്താവിനെയും കാണാനില്ലെന്നും പരാതിയുണ്ട്. നന്ദഗോപാലുണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദഗോപാൽ, ദുരൂഹ സാഹചര്യത്തിലാണ് മരണമെന്ന് മനസ്സിലാക്കുന്നു. മക്കളെയും ഭർത്താവിനെയും കാണാനില്ല എന്നും പറയുന്നു. എന്ത് വിവരങ്ങളാണ് ഇത് സംബന്ധിച്ച് പോലീസ് നൽകുന്നത്? ജിൽസി, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ ഒരു വീട്ടിൽ ഈ കരിമ്പവട്ടം സ്വദേശിനിയായ സജിതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ബന്ധുക്കൾ ഇവിടെ എത്തി പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാരെയും വിവരം അറിയിക്കുകയായിരുന്നു. ഈ സമയം ഇവിടെ ഈ സജിതയുടെ ഭർത്താവും ഒപ്പം തന്നെ 2 മക്കളെയും കാണാനില്ലായിരുന്നു. ബന്ധുക്കൾ പറയുന്നതനുസരിച്ച് ഇയാൾ ഈ ഒരു മക്കളുമായി പോണ്ടിച്ചേരിയിലേക്ക് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിരന്തരം ഈ ഒരു സജിതയും ഭർത്താവും തമ്മിൽ പലതരത്തിൽ വഴക്കുകൾ ഉണ്ടാവുമായിരുന്നു. ഇയാൾ മദ്യപിച്ചെത്തി പലപ്പോഴും സജിതയെ ഉപദ്രവിക്കുമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ മരണം എങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല. ഇവർ ഇവിടെ പരിശോധനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിരലടയാള വിദഗ്ധരും ഒപ്പം തന്നെ ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. ഏതായാലും ഈ സ്ഥലത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ ഒരു സംഭവത്തിൽ ആദ്യം അറിയുന്നത്? കരിമ്പ പഞ്ചായത്തിലെ 12-ാം വാർഡിലെ നിഖിലിന്റെ ഭാര്യ സജിത ഇന്നലെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയുണ്ടായി. ഇന്ന് രാവിലെ അയൽവാസികളായ സ്ത്രീകൾ വന്ന് നോക്കിയപ്പോഴാണ് മരിച്ചു കിടക്കുന്ന വിവരം കണ്ടത്. ഇവർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. നിഖിൽ കൊട്ട് ആണ് നിഖിലിന്റെ തൊഴിൽ. വീട്ടിൽ ഇടയ്ക്കൊക്കെ മദ്യപാനം അതിന്റെ ഭാഗമായി ബഹളമൊക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുകയുണ്ടായി. എന്തായാലും ഇന്ന് രാവിലെ ദുരൂഹ സാഹചര്യത്തിൽ അടുത്തുള്ള അയൽവാസികളാണ് കണ്ടത്. ഇപ്പോൾ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി തൃശ്ശൂർക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ബന്ധപ്പെട്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഭാര്യ വീട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു, ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പോലീസൊക്കെ വന്ന് ഇൻക്വസ്റ്റൊക്കെ നടത്തി വേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചിട്ടാണ്. ഡോഗ് സ്ക്വാഡ് വന്നിട്ടുണ്ടായിരുന്നു. നടപടികളൊക്കെ സ്വീകരിച്ചിട്ടാണ് ഇവിടുന്ന് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിട്ടുള്ളത്. ഈ ഭർത്താവിനെയും 2 മക്കളെയും കാണാനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതെ, അവര് ഇവിടുന്ന് പോയി എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ സാറുമാരൊക്കെ വന്ന് അന്വേഷിച്ചപ്പോൾ ആള് കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. കോയമ്പത്തൂർ ഒരു 1000 രൂപ അവരിന്റെ അനിയത്തി ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിരിക്കുന്നു. ആ പൈസയായിട്ടാണ് ആള് പോയിരിക്കുന്നത്. കണ്ടെത്തുന്ന തന്നെയാണ് നിഗമനം. ഇവിടെ എപ്പോഴും ഈ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്നുള്ള നാട്ടുകാർ പറയുന്നത്. എല്ലാവരും ഇപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളിപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തിയതാണ്. അത് തൊട്ടിട്ട് ഇവിടെ വരുന്നവരെല്ലാവരും പറയുന്നതാണ് ഇവിടെ എപ്പോഴും വഴക്കാണെന്നും. ആ കുട്ടി പണിങ്ങി വീട്ടിലായിരുന്നു. 3 വർഷം അവിടെ ഇരുന്നിട്ട് ഇപ്പോൾ വന്ന ഒരു 7 മാസം ആയിട്ടുള്ളൂ. അത് പ്രഗ്നൻ്റ് ആണ്, 6 മാസം. അതിലാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ നിഖിലിനെയും ഒപ്പം തന്നെ 2 മക്കളും ഈ പോണ്ടിച്ചേരി ഭാഗത്തേക്ക് പോയി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം കൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ കാര്യത്തിൽ ഇനി കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോൾ ഈ ഭർത്താവിനെ കണ്ടെത്തിയ ശേഷം ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുമെന്നുള്ളതാണ് അറിയുന്നത്. ഏതായാലും മറ്റ് പരിശോധനകൾ ഇപ്പോഴും ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്.